ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ബാലേന്ദ്രൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുകയാണ്. ചോറൊക്കെ ഒന്ന് ഇടയ്ക്ക് വായിലോട്ട് വെക്കാൻ തുടങ്ങുമ്പോൾ അലീന പയ്യെ കുനിഞ്ഞ് വായും തുറന്നുകൊണ്ട് ചെല്ലുകയാണ് ബാലേന്ദ്രൻ്റെ അടുത്ത്. അന്നേരം കൊഞ്ചുന്നോ കെട്ടിക്കാറായ പെണ്ണേ എന്ന് പറഞ്ഞ് ചെവിക്ക് പിടിച്ച് ഒരു കിറുക്കൊക്കെ കൊടുത്തിട്ട് വായിൽ ചോറും വെച്ച് കൊടുക്കുന്നുണ്ട് ബാലേന്ദ്രൻ. ഇതെല്ലാം കഴിഞ്ഞ് അലീന രേവതിക്കുട്ടിയെ വിളിക്കുന്നുണ്ട്. മിക്കവാറും ബാലേന്ദ്രൻ്റെ ഫോണിൽ നിന്നായിരിക്കും വിളിക്കുന്നത്. മുത്തശ്ശിയുടെ ഫോണിൽ നിന്നായിരുന്നല്ലോ വിളിച്ചുകൊണ്ടിരുന്നത്. മുത്തശ്ശി പോയി ഫോണുമായിട്ട്. അപ്പോൾ ഫോൺ ഒന്നുമില്ല. അതുകൊണ്ട് ബാലേന്ദ്രൻ്റെ ഫോണിൽ നിന്നായിരിക്കും വിളിച്ചു പറയുന്നത്. താഴെ ആകെ സംഘർഷമാണ്. ഇടിയും മഴയും ഒക്കെയുണ്ട്. എപ്പോൾ വേണമെങ്കിലും എന്ത് സംഭവിക്കാവുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ പറയുകയാണ് അലീന. പിന്നെ കാണിക്കുന്നത് കമലയെയാണ്. കമല ശിവനെ വിളിച്ച് പറയുന്നുണ്ട്, വൈജയന്തി മുത്തശ്ശിയും കൊണ്ട് വന്നപ്പോൾ പറഞ്ഞായിരുന്നല്ലോ, ഇതെൻ്റെ തറവാടാണ്. എനിക്ക് ഇങ്ങോട്ട് വരുന്നതിന് ആരുടെയും അനുവാദം ചോദിക്കേണ്ട കാര്യമില്ല. ഇതിൻ്റെ ഭാഗം വെപ്പ് ഒന്നും കഴിഞ്ഞതല്ലല്ലോ എന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ. അതൊക്കെ പറയുകയാണ്. അന്നേരം ശിവൻ ചോദിക്കുന്നുണ്ട്, അവിടെ ബാലേന്ദ്രനും വൈജയന്തിയും തമ്മിൽ വഴക്കുണ്ടാകുമ്പോൾ നമുക്കാണോ പാര വരുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ വൈജയന്തിയും രണ്ട് മക്കളും കൂടി ഇരുന്ന് സംസാരിക്കുവാണ്. ആ സമയം അലീനയെക്കുറിച്ച് മോശമായിട്ട് സംസാരിക്കുന്നു. അതായത് അലീനയും ബാലേന്ദ്രനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് മോശമായിട്ട് സംസാരിക്കുമ്പോൾ അത് കേട്ടുവരുന്ന കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് നാണമില്ലേ ഇതുപോലെ സംസാരിക്കാൻ? അമ്മയ്ക്ക് ഒരു ഡിഗ്നിറ്റി ഇല്ലേ? ഇങ്ങനെ സംസാരിക്കാൻ കൊള്ളാവോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ദേഷ്യം വന്നിട്ട് ചാടി എഴുന്നേൽക്കുന്നുണ്ട് വൈജയന്തി. വൈജയന്തിക്ക് അറിയില്ലെങ്കിലും കൃഷ്ണമോൾക്ക് അറിയാലോ, വൈജയന്തിയുടെ മകളാണ്, സ്വന്തം മകളെക്കുറിച്ചാണ് അനാവശ്യം പറയുന്നതെന്ന്. അതുകൊണ്ടാണ് അതിനെ തടയുന്നത് കൃഷ്ണമോൾ. പിന്നെ ബാലേന്ദ്രനെ കാണിക്കുന്നുണ്ട്. ബാലേന്ദ്രൻ നമ്മുടെ അലീനയോട് പറയുകയാണ്, നീയും കാത്തിരുന്നു, മൂന്നാം ലോക മഹായുദ്ധമാണ് വരാൻ പോകുന്നത് എന്ന്. അപ്പോൾ ബാലേന്ദ്രനും അറിയാം വൈജയന്തി ഇതെല്ലാം കണ്ടുകൊണ്ട് വെറുതെ ഇരിക്കില്ല, സഹോദരങ്ങളെ എല്ലാം വിളിച്ചുകൊണ്ട് വരുമെന്ന്. അത് പ്രതീക്ഷിച്ചു തന്നെ ഇരിക്കുന്ന ബാലേന്ദ്രനെയാണ് കാണിക്കുന്നത്.